ഇന്ന് ഡിസംബർ 21. 1898 ഡിസംബർ 21 പിയറി ക്യൂറിയും മേരി ക്യൂറിയും ചേർന്ന് റേഡിയം കണ്ടെത്തിയത്. പിച്ച് ബ്ലെൻഡിൽ നിന്ന് യുറേനിയം നീക്കം ചെയ്ത ശേഷം ബാക്കിയാകുന്ന പദാർത്ഥം റേഡിയോ ആക്റ്റീവ് ആണെന്ന് അവർ കണ്ടെത്തി. അതിൽ നിന്ന് ബേരിയം നീക്കം ചെയ്തപ്പോഴാണ് റേഡിയം ലഭിച്ചത്. ശുദ്ധമായ റേഡിയം വേർതിരിച്ചെടുത്തത് ക്യൂറിയും ആന്ദ്രേ ലൂയിസ് ഡെ ബ്രെയിനും ചേർന്നാണ്. 1902 അത്. ഈ കണ്ടെത്തലിന് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചു. ആദ്യത്തെ പദപ്രശ്നം പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1913 ഡിസംബർ 21 ഞായറാഴ്ച പത്രമായിരുന്ന ന്യൂയോർക്ക് വേൾഡിലാണ് പത്രാധിപരായിരുന്ന ആർതർ വിൻ പദപ്രശ്നം ആരംഭിച്ചത്. ഡയമണ്ട് ആകൃതിയിലാണ് കോളങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഇടയിൽ കറുത്ത കോളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 10 വർഷത്തോളം ന്യൂയോർക്ക് വേൾഡിൽ മാത്രമായിരുന്നു പദപ്രശ്നം ഉണ്ടായിരുന്നത്. 1920കളുടെ ആരംഭത്തിലാണ് മറ്റു പത്രങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ഒരു ദശകത്തിനുള്ളിൽ എല്ലാ അമേരിക്കൻ പത്രങ്ങളും പദപ്രശ്നം ആരംഭിച്ചു. ആദ്യത്തെ മുഴുനീള ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമായ സ്നോ വൈറ്റ് ആൻഡ് ദി 7 ഡ്വാർഫ്സ് റിലീസ് ചെയ്തത് 1937 ഡിസംബർ 21 വാൾട്ട് ഡിസ്നി ആയിരുന്നു സിനിമ നിർമ്മിച്ചത്. 1812 ബ്രദേഴ്സ് ഗ്രിം രചിച്ച ജർമ്മൻ നാടോടിക്കഥയെ അടിസ്ഥാനമാക്കിയാണ് സിനിമ ചിത്രീകരിച്ചത്. ലോസ് ആഞ്ചലസിലെ കാർത്തെ സർക്കിൾ തിയേറ്ററിലായിരുന്നു ആദ്യ പ്രദർശനം. ആദ്യ റിലീസിൽ തന്നെ $8 മില്യൺ ചിത്രം നേടിയത്. 1938 അക്കാദമി അവാർഡിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനായി ചിത്രം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു.